ഹായ് ഹലോ നമസ്തേ നമസ്കാരം. ഷാറുഖ് ഖാൻ നായകനാകുന്ന ജവാൻ എന്ന സിനിമയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റ് തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ സിനിമയ്ക്ക് രാവിലെ 6 മണിക്ക് തന്നെ പടത്തിന് പോകണം. അപ്പോൾ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ജവാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ? അത്ര ഒരുപാട് റീസൺസ് ഒന്നുമില്ല, പക്ഷെ എടുത്തു പറയേണ്ട 1-2 റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ കാരണം അതൊരു ആറ്റ്ലീസ്റ്റ് സിനിമയാണ് എന്ന് തന്നെയാണ്. ഒരുപാട് സിനിമകൾ ചെയ്തിട്ട്, ബ്രഹ്മാണ്ഡ സിനിമകൾ ചെയ്തിട്ടുള്ള പേരൊന്നും അദ്ദേഹത്തിന്റെ പേരിലില്ലെങ്കിലും ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകൾ ഒന്നുമില്ലെങ്കിൽ ഒരു റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉള്ള സിനിമകൾ തന്നെയാണ്. കൂടുതലും ചെയ്തു വെച്ചിരിക്കുന്നത് ദളപതിയെ വെച്ചിട്ടാണെങ്കിലും ആദ്യകാലത്തെ സിനിമകളൊന്നായ രാജാറാണി തുടങ്ങി പിന്നീട് അങ്ങോട്ടുള്ള സിനിമകളിൽ അദ്ദേഹത്തിന്റെ ഗ്രാഫിന്റെ ഒരു ഉയർച്ചയുണ്ട്. ആ ഒരു ഉയർച്ച ഒരുപക്ഷെ ഈ ഒരു ജവാനിനും കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരു തമിഴ് ഡയറക്ടർ ഒരു ബോളിവുഡ് സിനിമ ചെയ്യുന്നു. ട്രെയിലർ കണ്ടപ്പോൾ അങ്ങനെയല്ല തോന്നിയത്. ഒരു ബോളിവുഡ് ആക്ടർ തമിഴ് സിനിമയിൽ വന്ന് അഭിനയിക്കുന്ന പോലെയൊക്കെയാണ് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. പക്ഷെ എന്നാലും അങ്ങനെ ഒരു റിസ്ക് അല്ലെങ്കിൽ വലിയൊരു മാറ്റം അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ചെയ്തു എന്ന് കേൾക്കുമ്പോൾ അതൊരു ഒന്നാമത്തെ ഒരു പ്രതീക്ഷ തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാരണം അത് SRK ഒരു ഇടവേളയ്ക്ക് ശേഷം കാണാൻ പറ്റുന്നു. ശരിയാണ്, പത്താൻ എന്നൊരു സിനിമ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. പക്ഷെ എന്തോ എനിക്ക് ആ പടം ഒട്ടും വർക്കായിട്ടില്ല. ഈ ഒരു പടത്തിൽ ചിലപ്പോൾ ഒരു കംബാക്ക് ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കംബാക്ക് പ്രതീക്ഷിച്ചിട്ടാണ് ഈ പടത്തിന് പോകുന്നത്. ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് തമിഴ് വേർഷനാണ്. എനിക്ക് ഹിന്ദി ഒരു പക്ഷേ ചിലപ്പോൾ പെട്ടെന്ന് ഫോളോ ചെയ്യാത്ത പോരാത്തതുകൊണ്ടാണ് തമിഴ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കംബാക്ക് ഞാൻ ഇതിലും പ്രതീക്ഷിക്കുന്നു. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ട്രെയിലറിലും പിന്നെ 1-2 ഫോട്ടോസിലൊക്കെ ആയിട്ട് കണ്ടു, ഒരു 6-7 ഗെറ്റപ്പിൽ അദ്ദേഹത്തെ കാണുന്നുണ്ട്. അത് ഒരുപക്ഷെ തിയേറ്ററിൽ ഒരു നല്ല കയ്യടി പ്രതീക്ഷിക്കുന്നു. ഞാനൊക്കെ തിയേറ്ററിൽ പോകുന്നത് ഒറ്റയ്ക്കാണ് ഈ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത്. പോകുന്നത് തന്നെ നമുക്കൊന്ന് കയ്യടിക്കാനുള്ള ഒരുപാട് ഫാക്ടർ ഉണ്ടെങ്കിൽ അത് തിമിർത്ത് കയ്യടിച്ച് കാണണമെന്ന ആഗ്രഹത്തോടു തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു 6-7 വേഷത്തിൽ അദ്ദേഹത്തെ കണ്ടു. അത് തിയേറ്ററിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. വേറൊരു കാര്യം പറയട്ടെ, അനിരുദ്ധിന്റെ മ്യൂസിക് ഒട്ടും മോശമായി എന്നല്ല പറയുന്നത്. പക്ഷെ എന്തോ ചില പാട്ടുകളൊക്കെ അദ്ദേഹം തമിഴിൽ ചെയ്തിരിക്കുന്ന പാട്ടുകളൊക്കെ തന്നെ കാണുമ്പോൾ വീണ്ടും കാണാനും ആ മ്യൂസിക് റിപ്പീറ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കാനും, ഇപ്പോൾ അവസാനം ചെയ്ത ജയിലറിലാണെങ്കിലും അതിന് മുമ്പുള്ള വിക്രത്തിലാണെങ്കിലും ഒക്കെ ആ മ്യൂസിക് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലത്തെ പാട്ടുകൾക്ക് എന്തോ അത്ര ഒരു ഇമ്പാക്ട് തോന്നിയില്ല. പക്ഷെ അനിരുദ്ധ് ഒട്ടും മോശമാക്കില്ല, നമ്മളെ തിയേറ്ററിൽ ഞെട്ടിക്കാൻ സാധ്യതയുണ്ട് തന്നെയാണ് തോന്നുന്നത്. അടുത്തൊരു കാരണം, അത് ഞാൻ ട്രെയിലറിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് ചെയ്ത ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ വിജയ് സേതുപതി ഒരു 2 ഗെറ്റപ്പിൽ ഞാൻ കണ്ടു. നെഗറ്റീവ് റോളാണോ എന്നൊന്നും അറിയില്ല. ഞാനെങ്കിലും അല്ലെങ്കിലും തന്നെ ആ റോള്, ആ ക്യാരക്ടർ ഒരു പക്ഷേ നമ്മളെ ഞെട്ടിക്കാൻ സാധ്യതയുണ്ട്. അത് അത്രയ്ക്കും പവർഫുൾ ക്യാരക്ടർ ആണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 ഗെറ്റപ്പിൽ കാണാനിടയായി. 2ഉം അടിപൊളിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. അത് അടുത്തൊരു കാരണമാണ്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അത് മറ്റൊന്നല്ല, നമ്മുടെ ദളപതി വിജയ് ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട് എന്നൊരു റൂമറല്ല, ഏറെക്കുറെ കൺഫേം ആയ കാര്യം തന്നെയാണ്. അദ്ദേഹം സ്ക്രീനിൽ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് നേരത്തേക്കോ ഒരു 10 മിനിറ്റ് നേരത്തേക്കോ ഒക്കെ വന്ന് നിന്നാൽ മതി കൈയടിക്കാനായിട്ട് അത്രയും പേര് റെഡി ആയിട്ടിരിക്കാൻ. ഞാൻ രാഗത്തിൽ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഏകദേശം സീറ്റുകളൊക്കെ ഫിൽ ആയി. എനിക്ക് ഏകദേശം ഫ്രണ്ട് റോസിലൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ SRK ഫാൻ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ വിജയ് ഫാൻസും ആ ഷോയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് നിന്നാൽ മതി കൈയടിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കാണുന്ന എല്ലാവരും. അതാണ് ഞാൻ നോക്കിക്കാണുന്ന മറ്റൊരു കാരണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ജവാൻ എന്ന മൂവി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ പോയി കാണാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇതുകൂടാതെ ഒരുപാട് കാരണങ്ങളുണ്ടാവും. ഇനി പടം പോയി കാണണം. എന്തായാലും പടത്തിന്റെ സോൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കഥ തന്നെയാണ്. ഇനി ആ സോളിനെ മുകളിലേക്ക് എത്തിക്കുന്ന ഒരു മേക്കിങ്ങും പിന്നെ പെർഫോമൻസൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഹിന്ദി തമിഴിൽ നിന്നുള്ളൊരു മറ്റൊരു ഹിറ്റ് തന്നെയായിരിക്കും. അങ്ങനെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ജവാൻ ഫസ്റ്റ് ഡേ ഷോ പോയി കാണാൻ ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒപ്പം തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ് വരുന്നതെങ്കിൽ നമുക്ക് 6 മണി ഷോയ്ക്ക് നമുക്ക് കാണാം. അപ്പോൾ നാളെ അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് ശേഷം ജവാൻ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഉണ്ടായിരിക്കും. റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് കിട്ടാനായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ആ റിവ്യൂ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിവ്യൂ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, സീ യു, ബൈ.